29 നാളുകളിലെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിനും രാപ്പകലില്ലാത്ത പ്രാർത്ഥനകൾക്കും ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ നിറഞ്ഞ മനസ്സോടെ വരവേറ്റു. റമദാനിൽ നേടിയെടുത്ത വിശുദ്ധിയോടെ വിശ്വാസികൾ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും പെരുന്നാൾ ദിനം ആഘോഷിച്ചു. ദിനത്തിലെ സുപ്രധാന ചടങ്ങായ പെരുന്നാൾ നിസ്കാരത്തിനായി വിശ്വാസികൾ കൂട്ടത്തോടെ വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും എത്തി. പെരുന്നാളിനോടനുബന്ധിച്ച് കായംകുളത്ത് ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. റമദാനിലെ 29 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പ്രാർത്ഥനകളിൽ പങ്കെടുത്തും കൂടിച്ചേരലുകൾ നടത്തിയും സഹോദര്യം പങ്കുവച്ചുമാണ് വിശ്വാസികൾ ദിനം ആഘോഷിച്ചത്. ഹിജ്റ വർഷത്തിലെ 10ാം മാസമായ ശവ്വാലിലെ ആദ്യ ദിനമാണ് ചെറിയ പെരുന്നാൾ ദിനമായി ആഘോഷിക്കുന്നത്. സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനം കൂടിയാണ് ചെറിയ പെരുന്നാൾ. പെരുന്നാൾ ദിനത്തിലെ സുപ്രധാന ചടങ്ങായ പെരുന്നാൾ നിസ്കാരത്തിനായി വിശ്വാസികൾ കൂട്ടത്തോടെ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലേക്കും എത്തി. കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ സംയുക്ത ഈദ്ഗാഹ് നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. لا إله إلا الله الله أكبر الله أكبر ولله الحمد. വിശുദ്ധ റമദാനിൽ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മീയ വിശുദ്ധി സാമൂഹ്യ നന്മകൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ഖുതുബ നിർവഹിച്ച കായംകുളം മസ്ജിദുർ റഹ്മാൻ ഇമാം ഹുസൈൻ മൗലവി പറഞ്ഞു. അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ പ്രകാശം അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ നിങ്ങൾ ഇന്നോളം മാറിക്കൂട്ടിയ സകല ഐഹിക വിഭവങ്ങളെക്കാൾ സകല സമ്പത്തുകളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായത് അതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ വലിയ വലിയ ആഡംബരങ്ങൾ സ്വപ്നം കണ്ടു നടക്കുന്നവരാണ് പുതിയ കാല മനുഷ്യരെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ഭൗതികമായ സ്വപ്നം ഒരു ആഡംബര വാഹനം സ്വന്തമാക്കുക എന്നതായിരിക്കും. ഒരു ലംബോർഗിനി കാറ്, അതല്ലെങ്കിൽ ഒരു BMW, ഒരു പോർഷെ കാറ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്നത് തന്നെ മതി അതിനേക്കാൾ ഉത്കൃഷ്ടമായത് എന്ന്. റമദാനിന്റെ ആത്മീയ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയണം. സാഹോദര്യം, ഐക്യം, കരുണ, ദാനധർമ്മങ്ങൾ എന്നിവയുടെ പ്രാധാന്യവും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടതിന്റെ ബാധ്യതയും വിശ്വാസികൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരത്തിന് ശേഷം പരസ്പരം ഈദ് ആശംസകൾ നേർന്നാണ് വിശ്വാസികൾ പിരിഞ്ഞത്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി കൺവീനർമാരായ ഷൗക്കത്ത് ചെമ്മക്കാട്, S മുജീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.